Hello, my dear people. Welcome back to ACP Vlogs. 2026 മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും വളരെ അവൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫിലിംസിൽ വൺ ഓഫ് ദി ഫിലിംസാണ് ഖത്തനാർ ദി വൈൽഡ് സോഴ്സറർ. ഒരുപാട് അറ്റ്ലീസ്റ്റ് ഒരു 2-3 വർഷമായിട്ട് തന്നെ മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റിനായി കൊതിക്കുന്ന ഒരു ഫിലിമാണ് ജയസൂര്യയുടെ ഖത്തനാർ ദി വൈൽഡ് സോഴ്സറർ. സോ ഈ ഫിലിമിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഹോം എന്ന സൂപ്പർ ഹിറ്റ് ഫിലിമിൻ്റെ ഒരുപാട് പ്രേക്ഷകർക്ക് അങ്ങേയറ്റം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫിലിമാണ് ഹോം. ആ ഫിലിം ഡയറക്റ്റ് ചെയ്ത റോജൻ തോമസ് തന്നെയാണ് ഖത്തനാർ ദി വൈൽഡ് സോഴ്സറിൻ്റെ ഡയറക്ടർ. ഇനീഷ്യലി വിജയ് ബാബു ആയിരുന്നു ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. ബട്ട് ഡ്യൂ ടു സർട്ടൻ ഫാക്ടേഴ്സ് പിന്നീട് ശ്രീകുകുലം മൂവീസിൻ്റെ ബാനറിൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദി ജയസൂര്യ എന്ന ആക്ടറിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി മേജർ പ്രോജക്ട്സ് ആണിത്. ഒരുപാട് വർഷത്തെ പ്രയത്നവും ഒരുപാട് വലിയൊരു ക്രൂവിൻ്റെയും ഒരുപാട് വലിയൊരു ബഡ്ജറ്റിൻ്റെയും എല്ലാം ഇൻവോൾവ്മെൻറ്റ് ഈ ഫിലിമിൽ ഉണ്ടായിട്ടുണ്ട്. ഫിലിമിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരുപാട് താളിയോലകളൊക്കെ ഉണ്ടല്ലോ. കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. നല്ല പരിചയമുള്ള ശബ്ദം. രഹസ്യമാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. നല്ല ശബ്ദം. എന്താ സംഭവം? നല്ല കളർ ഗ്രേഡിങ്, സെറ്റൊക്കെ കൊള്ളാം കേട്ടോ. അതും നല്ല പരിചയമുള്ളൊരു ശബ്ദം. പ്രഭുദേവ ആണോ ഈ ഫിലിമിൽ? പ്രഭുദേവ ഉണ്ട്. കുഞ്ഞമ്മനിൽ നിന്ന് വാഴ്ത്തുക്കൾ. ജൂൺ റിലീസാണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി. ഡയറക്ടർ ഓഫ് ഹോം. എന്ത് ഫ്രെയിമാന്ന് നോക്കണേ. ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ആരാണോ എന്തോ. മോനെ കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ പൊന്നോ സൂപ്പർ. VFX ക്വാളിറ്റി ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. വിനീത് എന്റെ മോനെ. എന്താ ഹാരി പോട്ടറാ? പറയുന്നത് വിശ്വസിക്കുക. ഹാരി പോട്ടറിൽ മറ്റേ ഡെത്ലി ഹാലോസ് എന്ന് പറഞ്ഞ ഫിലിമിനകത്ത് ഫൈനലി ഹാരിയും വോൾഡമോർട്ടും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. അതിനകത്ത് വോൾഡമോർട്ട് ഇതേപോലെ വരുന്നത്. ആ ഒരു സിമിലർ ഇത്. ആ ക്വാളിറ്റി നോക്കണേ. വേണാട് ആപത്തിലാണ്. Careful to whom you pray. ഹോളി. അനുഷ്ക. അതായത് പ്രഭുദേവ. നൈസ്. ഇതാരാ? സനൂപ് സാൻഡി മാസ്റ്റർ, ദേവിക, ഹരീഷ്, വിനീത്, നിതീഷ്. എന്താ ഒരു മറ്റേ ഗോളം തന്നെ കണക്കിരിക്കുന്നു. VFX ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഷാങ്ചി ഓർമ്മ വന്നു മാർവലില്. പൊളി കേട്ടോ. VFX ക്വാളിറ്റി പൊളിച്ചു. ആരാ മോനെ ഖത്തനാർ ദി വൈൽഡ് സോഴ്സറർ. അനുഷ്ക പിന്നെ പണ്ട് ഇന്ന് എല്ലാം സ്ക്രീൻ പ്രസൻസിലൊന്നും ഒരു ഇതുമില്ല, ഒരു കുറവുമില്ല. കോസ്റ്റ്യൂംസ് റോജൻ തോമസ് ഫിലിം പ്രൊഡ്യൂസ് ബൈ ഗോകുലം ഗോപാലൻ. എൻ്റെ മോനെ, ഇന്ത്യൻ ഫിലിം സ്റ്റാൻഡേർഡ്സിൽ ഞാൻ അങ്ങേയറ്റം ഹൈ സ്റ്റാൻഡേർഡ് എന്ന് കൺസിഡർ ചെയ്യുന്നത് ആക്ച്വലി ഒന്ന് കണ്ടൻറ് വൈസും ക്വാളിറ്റി വൈസും മലയാളം ഫിലിം ഇൻഡസ്ട്രി. എനിക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഇൻഡസ്ട്രി എല്ലാം. അത് കഴിഞ്ഞ് വരുന്നത് തെലുങ്കു ഇൻഡസ്ട്രി,
രാജമൗലി ഫിലിംസൊക്കെയാണ്. ഇത് ആ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ വെച്ച് അലക്കിയിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഗൂഗിളിലെല്ലാം നോക്കിയതും എല്ലാം വെച്ചിട്ട് ഏകദേശം 90 crores അടുത്താണ് ആൻഡ് അപ്രോക്സിമേറ്റ് ബഡ്ജറ്റ് എല്ലാവരും പറയുന്നത്. 90 crores ഇത് ചെയ്തു വച്ചിരിക്കുന്നത്. ആ ആദിപുരുഷൊക്കെ എടുത്തവനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം. ഞാൻ ഒരുപാട് പറയുന്നില്ല, ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഹൈപ്പ് കൂട്ടി ആ ഒരു എക്സ്പെക്റ്റേഷൻ കളയുന്നില്ല. ബട്ട് ട്രെയിലർ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ആ സിനിമാറ്റോഗ്രാഫി ആരാന്നൊന്ന് നോക്കട്ടെ. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് നീലാണ്. നീൽ തന്നെയാണ് ഹോമിൻ്റെയും സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് തോന്നുന്നത്. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ആർട്ട് ഡയറക്ടറായിട്ട് വരുന്നത് അജി കുട്ടിയാനി ആൻഡ് റാം പ്രസാദ്. ഇവർ രണ്ടുപേരാണ് ആർട്ട് ചെയ്തിരിക്കുന്നത്. മേക്കപ്പ് ബൈ റോണക്സ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ്യൂംസ് ബൈ അനീഷ് തൊടുപുഴ. ഇവരെല്ലാം വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ട്രെയിലറിൽ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവാനുണ്ട്. ഒരു ഫ്രെയിമൊക്കെ എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. VFX സ്റ്റുഡിയോ വന്നിരിക്കുന്നത് പോയറ്റിക് എന്ന് പറഞ്ഞ VFX സ്റ്റുഡിയോ ആണ്. VFXൻ്റെ ബാക്കി ഒരുപാട് പേര് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സൗണ്ട് ക്വാളിറ്റി അടിപൊളിയായിരുന്നു. മ്യൂസിക് ക്രെഡിറ്റ്സ് വന്നിരിക്കുന്നത് രാഹുൽ സുബ്രഹ്മണ്യനാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പൊളിച്ചു. സൗണ്ട് മിക്സിങ് അജിത് എ ജോർജ്. നല്ലൊരു ടീം ഇതിൻ്റെ പിറകിലുണ്ട്. ഓൾമോസ്റ്റ് 200 ദിവസം കൊണ്ടാണ് ഈ പടം പൂർത്തീകരിച്ചിരിക്കുന്നത്. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ജയസൂര്യയുടെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ്, അവൈറ്റഡ് ആൻഡ് എക്സൈറ്റിംഗ് പ്രോജക്ട്സ് ആണിത്. ആൻഡ് പുള്ളി വർക്ക് എടുത്തിരിക്കുന്നതിൻ്റെ എഫേർട്ട് ഇത് ആ ട്രെയിലറിൽ അറിയാനുണ്ട്. Very much excited and very much looking forward to watching this in the theaters. Let me know your thoughts in the comments. Bye.